5 വർഷം മുമ്പ് ഉഗാണ്ടയിലൊരു പിഗ്മി വില്ലേജിലേക്ക് നടത്തിയൊരു വഞ്ചി യാത്ര ഇപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് എന്നെ അങ്ങോട്ട് കൊണ്ടുപോയത് റുവാണ്ടയിൽ മിഷൻ വർക്ക് ചെയ്യുന്ന CTC സിസ്റ്റേഴ്സായ മദർ ഡാഫ്നിയും സിസ്റ്റർ ജോയ്സുമാണ്. ഞങ്ങൾ 3 പേരും ഒരു വഞ്ചിയിലാണ് ഈ പിഗ്മി വില്ലേജിലേക്ക് പോകുന്നത്. ഈ പിഗ്മീസിൻ്റെ പ്രത്യേകത, അവർ പൊക്കം കുറഞ്ഞ മനുഷ്യരാണ്. അവരുടെ ലൈഫ് സ്പാൻ വളരെ ചെറുതാണ്. 25 വയസ്സ് വരെയൊക്കെയാണ് കൂടി വന്ന് ജീവിക്കുന്നുള്ളൂ. അപ്പോൾ ഇവർ ശരിക്കും കാട്ടുവാസികളാണ്. 1990കളിൽ ഗൊറില്ല റിസർവേഷന് വേണ്ടി നാഷണൽ പാർക്ക് ഉണ്ടാക്കിയപ്പോൾ ഇവരെല്ലാവരും ആ കാട്ടിൽ നിന്ന് ഒഴിപ്പിക്കപ്പെട്ടവരാണ്. പിന്നീട് നാട്ടിൽ അവർക്ക് ജീവിക്കാൻ പറ്റാത്ത സിറ്റുവേഷനായി. കാരണം ഇവർക്ക് ആകെ ഹണ്ടിങ്ങാണ് അറിയുന്നത്. നല്ല സൗകര്യം നാട്ടിൻപുറത്തില്ല. അപ്പോൾ അവർ ചെറിയ ഹാൻഡിക്രാഫ്റ്റ്സ് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വിറ്റ് അവരുടെ ചെറിയ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അവർ പോകുന്നത്. ദരിദ്രമാണ്, ആർക്കും വിദ്യാഭ്യാസമില്ല. ഇപ്പോൾ ഈ വഞ്ചിയിലിരുന്ന് സിസ്റ്റേഴ്സ് സംസാരിച്ചത്, ഇവർ ഈ പിഗ്മി വില്ലേജിലെ ചില കുട്ടികളെ പഠിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവർ നിന്നില്ല, അവർ വിട്ടുകളഞ്ഞു. അവർക്കത് ശീലമല്ല. അപ്പോൾ ഇവരൊരു ഹോസ്റ്റൽ സംവിധാനമൊക്കെ കൊടുത്ത് ഇവരെങ്ങനെ കൂടുതൽ പഠിപ്പിക്കാൻ പറ്റും, ഇവരുടെ കമ്മ്യൂണിറ്റി എങ്ങനെ ഉയർത്താൻ പറ്റും എന്നുള്ള ചിന്തയിലാണ്. ഇവരിൽ കുറേ അധികം ആൾക്കാർ കളവ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ്, ഇത്രയും അപകടം പിടിച്ച ആൾക്കാരാണ്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു, ഉഗാണ്ടയിൽ ഇവർക്ക് അത്ര സേഫ്റ്റിയൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ അവർ ചിന്തിക്കുന്നത് വേറൊരു നാട്ടിൽ, വേറൊരു രാജ്യത്ത് അവിടെയുള്ളൊരു അപകടം പിടിച്ച കമ്മ്യൂണിറ്റി രക്ഷപ്പെടുത്താനുള്ള കാര്യത്തെക്കുറിച്ചാണ്. ഇത് ഗോസ്പലിൽ നമ്മളതാണ് കാണുന്നത്. ഈശോ മറുകരയിലേക്ക് പോവാണ്. മറുകര എന്ന് പറയുന്നത് അത് ജെൻഡായിൻ്റെ സ്ഥലമാണ്. യഹൂദർ പോകാൻ മടിക്കുന്ന സ്ഥലമാണ്, യഹൂദർ വെറുക്കുന്നൊരു സ്ഥലമാണ്. അങ്ങോട്ടാണ് ഈശോ പോകുന്നത്. ഈശോയുടെ കൂടെ ശിഷ്യന്മാരുണ്ടോ എന്ന് നമുക്കറിയത്തില്ല, ഉണ്ടായി കാണണം. പക്ഷെ അവരെന്നാലും ബോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. കാരണം ഇന്നത്തെ ഗോസ്പലിൽ അവരെക്കുറിച്ചൊരു പരാമർശം നമ്മൾ കാണുന്നില്ല. ഇനി മറ്റൊന്ന്, അവിടെ ചെല്ലുമ്പോൾ 2 പിശാച് ബാധിതർ, ആരെയും വഴി നടത്താത്ത തരത്തിൽ അപകടകാരികളായ 2 പേരാണ്. ആരങ്ങോട്ട് പോവില്ല. അങ്ങോട്ടാണ് ഈശോ പോകുന്നത്, ദ അതർ സൈഡ്. സുവിശേഷത്തിൽ നമ്മൾ പലപ്പോഴും അങ്ങനെ വായിക്കുന്നുണ്ട്, മറുകരയിലേക്ക് പോയിന്ന്. ഈശോ അങ്ങനെയാണ്. ഈശോ അപകടം പിടിച്ച സ്ഥലത്തേക്ക്, ആരും പോകാത്തിടത്തേക്ക്, ആൾക്കാർ വെറുക്കുന്നിടത്തേക്ക് പോയി അവിടെയുള്ള ആൾക്കാരെ രക്ഷപ്പെടുത്താണ്. ആൻഡ് ദാറ്റ് ഈസ് ജീസസ്. നമ്മൾ പലപ്പോഴും നമ്മുടെ സൈഡിലിരുന്ന്, നമ്മുടെ കരയിലിരുന്ന് നമ്മുടെ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മറുകരയിൽ മനുഷ്യരുണ്ടെന്ന് നമ്മൾ മറന്നു പോകുന്നു.